മറ്റൊരു ഓണക്കാലത്തെ കൂടി വരവേൽക്കുകയാണ് ലോകമെങ്ങുമുള്ള മലയാളികൾ. പല തുറകളിൽപ്പെട്ട ആളുകൾ എങ്ങനെയാണ് ഈ ഒരു ഓണക്കാലം ആഘോഷിക്കുന്നത് നമുക്ക് നോക്കാം. ഓണക്കാലമൊക്കെ ആയി, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു അമ്മ? വയനാട് കുറെ കച്ചവടം വളരെ മോശം മക്കളെ. പഴയ ഓണക്കാലമല്ലേ, ഇപ്പം പിണറായി സ്പർശമില്ല, ആളുകൾക്ക് വളരെ ബുദ്ധിയുടെ വയനാട് കൊണ്ട് കണ്ണീരൊഴിച്ച് വളരെ ബുദ്ധിമുട്ടുകൾ ഞാൻ ജീവിക്കുന്നത്. കച്ചവടവും കൂടെ ആളും കുറവാണ് ഇപ്പോഴ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യട്ടെന്ന് പപ്പനാമൻ്റെ ഇതിലെ നിവൃത്തിയിൽ ഞങ്ങൾ ഒരുവിധം കഴിഞ്ഞ് അങ്ങനെ പോകണം, വരുന്നോ പോകുന്നു. സർക്കാർ ഇത് അവൻ്റെ ഓണം ആഘോഷമില്ലെന്ന് മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ആൾക്കാർ പിണറായി തുടങ്ങിയെടുക്കുന്നു, കണ്ടമാനം ആളുകൾ ബാങ്കിൽ വരുന്നോ പോകണോ, അങ്ങനെ കച്ചവടമായിട്ട് അങ്ങനെ പോകണം ഒരുവിധം. ഇങ്ങനെ ആളുണ്ടെങ്കിൽ എല്ലാം അറിയാം. ഗംഭീരമായിരിക്കുന്നു. എല്ലായിടത്തും ആൾക്കാരും ജനങ്ങളും ഉണ്ട്. എല്ലാവർക്കും നല്ല കച്ചവടങ്ങളുണ്ട്. ഇപ്രാവശ്യം ഒരു കുഴപ്പമില്ലാതെ ഇതുവരെയും പോകുന്നുണ്ട്. കുഴപ്പമില്ല. വയനാട് ദുരന്തമൊക്കെ നടന്നിട്ടും സർക്കാർ ഓണം ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ടും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ആൾക്കാർ ആഘോഷിക്കുന്നതിനുണ്ടല്ലേ? അതൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ആ ഒരു സങ്കടം ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആ സങ്കടം മാറാൻ പറ്റില്ലല്ലോ. പക്ഷേ ഓണ പരിപാടികളില്ലെങ്കിലും മറ്റുള്ള കാര്യങ്ങളെല്ലാം കാര്യമായിട്ടൊക്കെ നടക്കുന്നു. 10-11 മണി വരെ തിരക്കുണ്ട്, രാവിലെ തൊട്ട് രാത്രി വരെ നല്ല തിരക്കുണ്ട്. കുഴപ്പമില്ല. മഴയെന്നുള്ള പ്രശ്നമേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും നല്ല കച്ചവടങ്ങളും കാര്യങ്ങളും ഉണ്ട്. സൂപ്പറായിട്ട് കച്ചവടമുണ്ട്. എൻ്റെ ഓണത്തേക്ക് വർഷം ഇങ്ങനെ വരണം, എല്ലാ കച്ചവടമുണ്ട്. ஓண சமயத்துலேருந்து வீடு சேலம் தமிழ்நாடுக்கும் இங்கே வந்து கச்சடம் சூப்பராகிட்டு இருக்கு. எஸ், எனக்கு கேரளா ஜனம்லாம் ரொம்ப பிடிக்கும். அவரெல்லாம் எல்லாம் சூப்பராகிட்டு இங்கே வர எல்லா நபரும் எல்லாம் ஃப்ரெண்ட் ഇங்கே ഓണസമയത്ത് ഇവിടെ വരും, അല്ലാതെ സ്ഥിരം കച്ചവടമുണ്ട്, തുണി കച്ചവടമുണ്ട്. വീടിനടുത്തുണ്ട്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലും പിന്നെ ഹോസ്റ്റലിലൊക്കെ കച്ചവടത്തിന് പോകുന്നുണ്ട്. വളരെ ദയനീയമായ ഒരു ഓണമാണ് കടന്നു വരുന്നതെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം കുത്തക കമ്പനികൾക്ക്, അതായത് യൂബർ, ഓല അതുപോലുള്ള കുത്തക കമ്പനികൾക്ക് മാത്രമായിട്ട് ഇന്ന് ഓട്ടോ ടാക്സി മൊത്തം അങ്ങനെയായി. രാവിലെ 7 മണിക്ക് കൊണ്ടിട്ട വണ്ടിയാണ് ഏറ്റവും അവസാനം കിടക്കുകയാണ്. 5 മണിക്ക് വന്നവരാണ് ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുന്നത്. അതുകൊണ്ട് വളരെ ദയനീയമായ ഓണവും ഒരു ഓട്ടമില്ല, പോകുന്നിടത്തെല്ലാം ബ്ലോക്ക് വന്ന് പോലീസുകാർ അവരുടെ നിയമപ്രകാരം ഇതിലേ വരാൻ പറ്റില്ല, അതിലേ വരാൻ പറ്റില്ല. കാറുകൾക്ക് ഇതിലേയും പോവാം, ഓട്ടോയ്ക്ക് ഇതിലേ കയറിക്കൂടാ. തമ്പാനൂർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് പാർക്കിംഗ് ഏരിയ കൊണ്ടിട്ടിരുന്നാൽ അവിടെ 200 രൂപ പെറ്റി. 4 ദിവസം കഴിയണത് വരെ വണ്ടി അവിടെ പിടിച്ചിട്ടായി. ഇതൊക്കെയാണ് ഓട്ടം. അതേപോലെ ദാരിദ്ര്യം പിടിച്ച ഓണമെന്നേ പറയാൻ പറ്റൂ. വയസ്സായില്ലേ, 71 വയസ്സായി. ഇനി എന്തേ എന്നെ നമ്മളെ മക്കളൊക്കെ പ്രത്യേകം, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അവർ വരുമെങ്കിൽ ഓണാഘോഷം അത് ഒറ്റ സദ്യയൊക്കെ പിള്ളേർ കൊണ്ടുവരും. അത്രയേ ഉള്ളൂ. സന്തോഷത്തിന് മക്കൾ വരും, ചെറുമക്കളൊക്കെ വരും. മോളെ അത്രച്ചുള്ള ചെറുമക്കളുണ്ട്, 20 വയസ്സായി 22 വയസ്സായൊക്കെ ഉണ്ട്, പഠിക്കണം. ആഘോഷം ലോട്ടറി വിറ്റ് അങ്ങനെ അങ്ങ് പോകും. ഇത് തന്നെ നമ്മളെ ജീവിതം. ஓணத்துக்காக கச்சவடம் ஆഘോஷம் வந்தது. இன்ஷால்லா ஓணம் எல்லாத்துக்கும் வாழ்த்துக்கள். അങ്ങനെ കുറേ നാളായി ഓണം നല്ലോണം ആഘോഷിച്ചിട്ട്. കാരണം ഞാൻ പുറത്തായിരുന്നു, അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഇക്കൊല്ലം നല്ലോണം ആഘോഷിക്കണമെന്നുണ്ട്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പിന്നെ കുട്ടികൾ ഒരു പർച്ചേസിങ് ആണ്. അമ്പലം കഴിഞ്ഞിട്ട് നേരെ കുറച്ച് സാധനങ്ങൾ മേടിക്കുക. പിന്നെ
പിന്നെ ഇപ്പം എത്രത്തോളം ആഘോഷങ്ങൾ സുലഭമായിരിക്കും എന്ന് അറിയില്ല. എങ്കിലും ഓണമല്ലേ, അത് വർഷത്തിൽ ഒരിക്കൽ ആഘോഷിക്കാൻ പറ്റുന്നതല്ലേ, അതുകൊണ്ട് അത് ആഘോഷിക്കണം, അത്രയേ ഉള്ളൂ. തിരക്കേറിയ ജീവിതത്തിനിടയിൽ നമ്മൾ പലരെയും കണ്ടു. കച്ചവടത്തിൽ മെച്ചമുള്ളവരെയും എന്നാൽ മെച്ചമില്ലാത്തവരെയും. കാണാൻ പറ്റും ഓണമുണ്ണണമെന്നാണ്, അതുകൊണ്ട് തന്നെ മലയാളികൾ അത് ആഘോഷിക്കും. ക്യാമറമാൻ PV രഞ്ജിത്തിനൊപ്പം അനന്യ അനിൽ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.